السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. والصلاة والسلام على من أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إخوتنا في الدين، وفي أول هذه الخطبة فإني أذكركم الموت، وإن الله سبحانه وتعالى قد قال في سورة القرآن وقوله الحق وهو أصدق القائلين. بسم الله الرحمن الرحيم. كل نفس ذائقة الموت، كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. بسم الله الرحمن الرحيم. وإذ قال موسى لفتاه لا أبرح حتى أبلغ مجمع البحرين أو أمضي حقبا فلما جاوزا قال لفتاه آتنا غداءنا لقد لقينا من سفرنا هذا نصبا قال أرأيت إذ أوينا إلى الصخرة فإني نسيت الحوت وما أنسانيه إلا الشيطان أن أذكره فاتخذ سبيله في البحر عجبا قال ما قال ذلك ما كنا نبغي فارتدا على آثارهما قصصا فوجد عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما. صدق الله العظيم. توصلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأخر القدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن خم ومن غمة بأخر القدير يا الله. سيدنا محمد ആദരണീയനായ നമ്മുടെ ഹൃദയത്തിന്റെ സുൽത്താനും കരളിന്റെ കഷ്ണമായ ഉസ്താദുകളെ, ബഹുമാന്യനായ അഹമ്മദ് ഖാൻ, വേദിയിലിരിക്കുന്ന ഒരുപാട് വലിയ വലിയ പണ്ഡിതന്മാർ, എല്ലാവരെയും പേരെടുത്ത് വിളിക്കാനുള്ള സമയമില്ല. എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട മുതലിൻ സുഹൃത്തുക്കൾ, ഞാനൊരു പണ്ഡിതനല്ല, ഞാനൊരു നാടനാണ്. ശരിയായ രീതിയിൽ പറയുകയാണെങ്കിൽ, നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു BEd കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു സാധാരണ അധ്യാപകനാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു വേദിയിൽ നിൽക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഭയവും എനിക്കുണ്ട്. കാരണം എൻ്റെ ഒരു ഇൽമ എന്ന് പറയുന്നത് നൈമിഷികമായ ഒരു വിജ്ഞാനമാണ്. പഠിച്ചാൽ മറന്നു പോകുന്ന ഒരു വിജ്ഞാനമാണ് എനിക്കുള്ളത്. നിങ്ങളെ പോലുള്ള വലിയ വലിയ പണ്ഡിതന്മാരുടെ മുമ്പിൽ സംസാരിക്കാനുള്ള ഒരു അർഹത എനിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും മഹാനായ ശൈഖുനയുടെ ഒരു സ്ഥാപനത്തിന്റെ ഒരു ക്ലാസ് എടുക്കാൻ എന്നോട് കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു 2 വാക്ക് പറയുമ്പോൾ കിട്ടുന്ന ബർക്കത്ത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളൊക്കെ സാധാരണ ഈ നിക്കാഹ് നടക്കുന്ന സമയത്ത് പള്ളിയിൽ നിന്നും കേൾക്കുന്ന ഒരു ഹദീസാണ്. നിക്കാഹ് നടക്കുമ്പോൾ, ഖുതുബ നടത്തുമ്പോൾ കേൾക്കുന്ന ഒരു ഹദീസാണ് തുൻകഹുൽ മർഅതു ലിഅർബഇൻ.
لمالها ولجمالها ولحسبها ولدينها أو كما قال رسول الله صلى الله عليه وسلم. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കപ്പെടുന്നത്, ഒരു പെൺകുട്ടിയെ വിവാഹം ആലോചിക്കപ്പെടുന്നത്, ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ വേണ്ടി ആളുകൾ തെരഞ്ഞെടുക്കുന്നത് 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നാണ്. ചിലർ പെൺകുട്ടികളുടെ സൗന്ദര്യം നോക്കിയിട്ടാണ് പെൺകുട്ടിയെ തെരഞ്ഞെടുക്കുന്നത്. മറ്റു ചിലർ തെരഞ്ഞെടുക്കുന്നത് അവരുടെ തറവാടിത്തം നോക്കിയിട്ടാണ്. മറ്റ് ചിലർ തെരഞ്ഞെടുക്കുന്നത് അവരുടെ ദീൻ നോക്കിയിട്ടാണ്. ലിമാലിഹ വലിഹസബിഹ വലിജമാലിഹ വലിദീനിഹ. 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പെൺകുട്ടിയെ തെരഞ്ഞെടുക്കുന്നത്. ഒന്ന് ദീൻ നോക്കിയിട്ട് തെരഞ്ഞെടുക്കുന്നവരുണ്ട്, മറ്റു ചിലർ സൗന്ദര്യമാണ് നോക്കുന്നത്, മറ്റു ചിലർ അവൾ വലിയ ധനാഢ്യയാണോ എന്നാണ് നോക്കുന്നത്, മറ്റു ചിലർ നോക്കുന്നത് പൈസ ഇല്ലെങ്കിലും സാധനമില്ല അവൾ വലിയൊരു കുടുംബത്തിൽ ജനിച്ച ആളാണോ എന്നാണ്. നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും, ഒരു വിദ്യാർത്ഥി സംഗമത്തിന്റെ മുമ്പിൽ വന്നിട്ട് ഇയാൾ എന്തിനാണ് നിക്കാഹിനെ കുറിച്ച് പറയുന്നത് എന്ന്. ഒരു പെൺകുട്ടിയെ തെരഞ്ഞെടുക്കാൻ വേണ്ടി 4 കാര്യങ്ങൾ നോക്കിയിട്ട് ആളുകൾ തെരഞ്ഞെടുക്കുന്നത് പോലെ തന്നെയാണ് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും ആളുകൾ ചെയ്യുന്നത്. SSLC കഴിഞ്ഞാൽ എന്ത് തെരഞ്ഞെടുക്കണം എന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് വ്യത്യസ്തമായ ചിന്തകൾ കടന്നു വരികയാണ്. ചില ആളുകൾ വിദ്യാഭ്യാസത്തിന്റെ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നോക്കുന്നത് എത്രയും പെട്ടെന്ന് എങ്ങനെ പൈസക്കാരാകും എന്നാണ്. മറ്റു ചിലർ വിദ്യാഭ്യാസത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ വലിയ ഹസബിഹ തറവാടിത്തം എന്ന് പറഞ്ഞതുപോലെ എങ്ങനെ ആളുകളുടെ മുമ്പിൽ വലിയ സ്റ്റാറ്റസ് ഉള്ള ആളായി മാറുമെന്നാണ്. സമൂഹത്തിൽ ഒരു സോഷ്യൽ സ്റ്റാറ്റസിനോട് ഒരു ഉന്നത പദവി എങ്ങനെ ലഭിക്കാം, അതിനുവേണ്ടി എന്ത് വിദ്യാഭ്യാസം തെരഞ്ഞെടുക്കണം എന്നാണ് ചില ആളുകൾ നോക്കുന്നത്. മറ്റു ചിലർ ഇതൊന്നല്ല, അവർക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല, ആരെങ്കിലും എന്തെങ്കിലും തെരഞ്ഞെടുക്കുന്നുണ്ടോ എന്നാണ് അവർ നോക്കുന്നത്. എന്നാൽ വേറെ ചിലർ നോക്കുന്നത് അത് അല്ലാഹുവിനെ അറിയാനുള്ള വിദ്യാഭ്യാസമാണോ, അതിന്റെ രക്ഷിതാവിനെ അറിയാനുള്ള വിദ്യാഭ്യാസമാണോ എന്നാണ്. 4 തരത്തിൽ, ഇനിയും ഒരുപാട് തരത്തിൽ നിങ്ങൾക്ക് കാണാം. ചില ആൾക്കാർ എത്രയും പെട്ടെന്ന് എങ്ങനെ പൈസക്കാരനാകാം എന്ന് നോക്കിയിട്ടാണ് പലരും ഇപ്പോൾ ആർട്സ് കോളേജൊന്നും ആളില്ല. ഞാൻ പഠിപ്പിക്കുന്ന BEd കോളേജിലൊക്കെ 90% പെൺകുട്ടികളാണ്. കാരണം ഈ BEd കോളേജ് കഴിഞ്ഞാൽ സ്കൂൾ ടീച്ചറായി കിട്ടുമോ എന്നെ അറിയില്ല. കിട്ടിയാൽ തന്നെ എത്രയാണ് ശമ്പളം കിട്ടുന്നതല്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറായി എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം, 2 വർഷം കൊണ്ട് പൈസ കൂടുതൽ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അങ്ങനെയുണ്ട്. ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട്. വേറെ ചിലർ നേരത്തെ പറഞ്ഞതുപോലെ പദവിയാണ്. ഒരു ഡോക്ടർ ആയിക്കഴിഞ്ഞാൽ സമൂഹത്തിൽ ഏറ്റവും വലിയ പദവിയാണ്. ഒരു ഡോക്ടറാണെന്ന് പറയാം. ഡോക്ടർ എന്നല്ല, ഡോക്ടറുടെ അച്ഛനാണ് ഉപ്പയാണ് എന്ന് പറയാൻ പോലും വലിയ അഭിമാന പ്രശ്നമായിട്ടാണ് ആളുകൾ എടുക്കുന്നത്. അങ്ങനെയും ചില ആളുകൾ നോക്കുന്നുണ്ട്. മറ്റു ചിലർ മറ്റൊരു തരത്തിലാണ്. ഒരു വലിയൊരു സോഷ്യൽ സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു, മുസാഫർ അലി എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു പഠനം നടത്തി. അദ്ദേഹത്തിന്റെ പഠനം ഇങ്ങനെയായിരുന്നു. ഒരു ദിവസം അദ്ദേഹം കുറെ ആളുകളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒരു റൂമിൽ ഇരുത്തിയിട്ട് പറഞ്ഞു, ഒരു ലൈറ്റ് ഞാൻ കത്തിക്കും, ഒരു പ്രകാശം ഞാൻ പ്രകാശിപ്പിക്കും, നിങ്ങളൊക്കെ ആ ലൈറ്റ് കാണുമ്പോൾ എന്ത് ചെയ്യണം, ശബ്ദം ഉണ്ടാക്കണമെന്ന്. കുറെ ആളുകളുണ്ട്. അദ്ദേഹം ഒരു പഠനം നടത്തണം. അങ്ങനെയാണ് പഠനത്തെ നടത്തൽ. ഈ ആളുകളുടെ സയന്റിഫിക് സ്റ്റഡി അങ്ങനെയാണ്. തെളിയിക്കപ്പെടുന്നത് മാത്രമാണ് സയൻസ് എന്താവും സ്വീകരിക്കപ്പെടും. അപ്പൊ പഠനം തെളിയിക്കണം. കുറെ ആളുകളെ കൊണ്ടുവന്നു. അവരോട് പറഞ്ഞു, ഞാനൊരു ലൈറ്റ് പ്രകാശിപ്പിക്കും, നിങ്ങൾ ആ സമയത്ത് ശബ്ദം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഒരു ശബ്ദം, എവിടെ നിന്നോ ഒരു ശബ്ദം, നിശബ്ദമായ ഒരു സ്ഥലത്ത് ഒരു കോയൻ നിലത്ത് വീഴുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു മണി അടിക്കപ്പെടുന്നത് പോലെ നിശബ്ദമായ ഒരു സ്ഥലത്ത് എവിടെ നിന്നോ ഒരു ശബ്ദം ഉയർന്നു. എവിടെ നിന്നോ ഒരു ലൈറ്റ് വന്നു, എവിടെ നിന്നോ ഒരു ലൈറ്റ് പ്രകാശിച്ചു. ഒരു ഇരുട്ട് മുറിയിൽ എവിടെ നിന്നോ ഒരു ലൈറ്റ് പ്രകാശിച്ചു. ആരും ശബ്ദം ഉണ്ടാക്കിയില്ല. ഇവരോട് എന്താ പറഞ്ഞത്, ലൈറ്റ് ഉണ്ടാകുമ്പോൾ ശബ്ദം ഉണ്ടാക്കില്ല. ഒരാൾ പോലും ശബ്ദം ഉണ്ടാക്കിയില്ല. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു ശബ്ദം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിശബ്ദമായ ഒരു സ്ഥലത്ത് ഒരു കോയിൻ വീഴുന്നത് പോലെ എവിടെ നിന്നോ ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടപ്പോൾ പിന്നെ തുരുതുരാ ശബ്ദമാണ്. രണ്ടാമതും ഇത് ആവർത്തിച്ചു. ലൈറ്റ് കത്തിച്ചു, ആരും ശബ്ദം ഉണ്ടാക്കിയില്ല. എവിടെ നിന്നോ ഒരു ശബ്ദം വന്നു, പിന്നെ തുരുതുരാ ശബ്ദമാണ്. കുറെ പ്രാവശ്യം ഇത് ആവർത്തിച്ചു. ലൈറ്റ് കത്തുമ്പോൾ ആരും ശബ്ദം ഉണ്ടാക്കുന്നില്ല. എവിടുന്നോ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ആളുകൾ തുരുതുരാ ശബ്ദം ഉണ്ടാക്കണം. ശരിക്കും ആരാണ് ശബ്ദമുണ്ടാക്കിയത്? മുസാഫർ അലി തന്നെയാണ് ശബ്ദമുണ്ടാക്കിയത്. ഈ ജനങ്ങൾ
ലൈറ്റ് കത്തുമ്പോൾ എല്ലാവരും ആരെങ്കിലും ഒന്ന് ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കണം, എന്നാലേ ഒരു ശബ്ദം ഉണ്ടാക്കും. അദ്ദേഹം ഇതിലൂടെ തെളിയിക്കുന്നത് അദ്ദേഹം ഒരു സോഷ്യൽ സൈക്കോളജിസ്റ്റാണ്. സമൂഹത്തിന്റെ ഒരു നിലവാരം എന്ന് പറയുന്നത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ മാത്രമേ അവർ ചെയ്യൂ, അത് എനിക്ക് ഗുണമുണ്ടോ ഇല്ലയോ എന്നവർ നോക്കില്ല. ഒരു ഉദാഹരണമായി പറഞ്ഞാൽ, ഞാൻ ഈ പ്രസംഗം നിർത്തി ഇവിടെ നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ ഈ ബസ് സ്റ്റാൻഡിൽ ഒരാളിങ്ങനെ ഒരു മരുന്ന് വിൽക്കണം, തലവേദനയുണ്ടോ പല്ലുവേദനയുണ്ടോ എന്നൊക്കെ ചോദിച്ചതാ ഒരു കുളിത്തേലൂടെ വിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഞാൻ നോക്കി നിൽക്കും അല്ലെ. ഇങ്ങനെ നോക്കി നിൽക്കും, ഞാൻ വാങ്ങിയില്ല, ഞാൻ ഇങ്ങനെ നിൽക്കും. അപ്പോഴായിരിക്കും ഏതെങ്കിലും ഒരാൾ ഒരു 100 രൂപ എടുത്തിട്ട് ആ മരുന്ന് വാങ്ങുന്നത്. പിന്നെ നോക്കി നിൽക്കുന്ന ആളുകളൊക്കെ തുരുതുരാ പോയി മരുന്ന് വാങ്ങും. ഈ ആദ്യം മരുന്ന് വാങ്ങിച്ച ആൾ ചിലപ്പോൾ എന്തായിരിക്കും, ഇവരുടെ കൂടെ തന്നെയുള്ള ആളായിരിക്കും, മരുന്ന് വിൽക്കുന്ന ആളുടെ കൂടെ തന്നെയുള്ള ആളായിരിക്കും. ഇതൊരു സോഷ്യൽ സൈക്കോളജിയാണ്. എന്ന് പറഞ്ഞതുപോലെ SSLC കഴിഞ്ഞാൽ കൊമേഴ്സ്, കുറെ ആൾക്കാർ കൊമേഴ്സിന് പോകുന്നു. എന്താണ് ഈ കൊമേഴ്സിൽ പഠിക്കുന്നത്? അത് പഠിച്ചത് കൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഗുണമുണ്ടോ എന്നൊന്നും ആരും ആലോചിക്കാറില്ല. ഇവിടെ ഞാൻ കൊമേഴ്സിനാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത്? അത് എന്റെ സുഹൃത്ത് കൊമേഴ്സിനാണ് പോകുന്നത്. അല്ലെങ്കിൽ എല്ലാവരും പോകുന്നത്, രക്ഷിതാക്കൾ ഈ കുട്ടികളുടെ കഴിവിനെ കുറിച്ചൊന്നും ആലോചിക്കില്ല. രക്ഷിതാക്കൾക്ക് SSLC കഴിഞ്ഞ പോലെ എവിടത്തേക്ക് പോകണം, +2ലേക്ക് ചേർക്കണം, എന്തിനാണ് ചേർക്കുന്നത്, സയൻസിനാണ് ചേർക്കുന്നത്, എന്തുകൊണ്ട്? ഡോക്ടറാണ്, എല്ലാവരും ഡോക്ടർമാരാണ് പോകുന്നത്, എല്ലാവരും എഞ്ചിനീയർമാരാകാനാണ് പോകുന്നത്. പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം, പെട്ടെന്ന് നമുക്ക് ഉയർന്ന ഒരു പദവിയിലേക്ക് എത്തിച്ചേരാം എന്ന് തീരുമാനിക്കുന്ന രീതിയിലാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നത്. മറ്റു ചില കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നത് SSLC കഴിഞ്ഞ ഉടനെ തന്നെ ഏതെങ്കിലും പള്ളി മദ്രസയിൽ, അല്ലെങ്കിൽ ഞാനിതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ കമ്മിറ്റിക്കാരെയും മദ്രസക്കാരെയൊക്കെ വിമർശിക്കും. കാരണം എനിക്കൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ വിചാരിക്കുന്നത് ഈ കാലത്ത് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് ഈ പള്ളി കമ്മിറ്റി പ്രസിഡന്റുമാരും ആൾക്കാർക്ക് കൂടിയിട്ടാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും എനിക്കിപ്പോൾ അത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം മദ്രസയിൽ നടത്തുന്ന ക്ലാസ്സിൽ നാടുംപാട്ട് പാടിയാണ് ക്ലാസ് എടുക്കുന്നത്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സംഘടനയുടെ ആളെ ക്ലാസ് എടുക്കാൻ കൊണ്ടുവന്ന് അവസാനം ആണിനെയും പെണ്ണിനെയും ഒന്നിച്ചിരുത്തി അപ്പുറത്തും ഇപ്പുറത്തും ഇരുത്തി നാടൻ പാട്ട് പാടിച്ചിട്ട് അവർക്കൊക്കെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്ന ക്ലാസ്സുകളാണ് ഇപ്പോൾ മദ്രസകളിൽ പോലും ചിലപ്പോൾ സംഘടനകൾ നടത്തുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു മദ്രസയിൽ പള്ളി കമ്മിറ്റിയൊക്കെ കൂടി ഒരു കരിയർ ഡെവലപ്മെന്റ് കോഴ്സ് കൊടുക്കും. 10ാം ക്ലാസ് കഴിഞ്ഞ് വന്ന കുട്ടികളൊക്കെ അവിടെ കൊണ്ടുവന്നിരുത്തും. അവസാനം ഏതെങ്കിലും ഒരാൾ വലിയ കരിയറൊക്കെ അറിയുന്ന ആൾ വന്നിട്ട് ഇങ്ങനെ പറയും, നിങ്ങൾക്ക് എഞ്ചിനീയർ ആയാൽ അങ്ങനെയാകാം, കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയാൽ ഇങ്ങനെയാകാം, നിങ്ങൾക്ക് ഡോക്ടർ ആയാൽ അങ്ങനെ പോകാം, നിങ്ങൾക്ക് എയർഫോഴ്സിൽ വേണമെങ്കിൽ ചേരാം, പെൺകുട്ടികളാണെങ്കിൽ എയർ ഹോസ്റ്റസ് ആയി മാറാം, എത്രയും പെട്ടെന്ന് നല്ല സൗന്ദര്യമുള്ള പെൺകുട്ടികളാണെങ്കിൽ എയർ ഹോസ്റ്റസ് ആയാൽ നല്ല ശമ്പളം കിട്ടും, ഇത്രയും ശമ്പളം കിട്ടുന്ന വേറൊരു പോസ്റ്റൊക്കെ ഇല്ല എന്നൊക്കെ ആര് പറഞ്ഞു കൊടുക്കും? കരിയർ ഗൈഡൻസിന്റെ ആളുകൾ പറഞ്ഞു കൊടുക്കും. ലോകത്തിലുള്ള മിക്കവാറും കരിയർ ഗൈഡൻസ് കൊടുക്കുന്ന ആളുകൾ മുഴുവൻ പറഞ്ഞു കൊടുക്കുന്നത് എത്രയും പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ കഴിയുന്ന, സമൂഹത്തിൽ ഏറ്റവും മികച്ച സ്റ്റാറ്റസ് ഉണ്ടാക്കാൻ കഴിയുന്ന, സമൂഹത്തിൽ അറിയപ്പെടാൻ കഴിയുന്ന കോഴ്സുകളെ കുറിച്ച് മാത്രമാണ്. ഞാൻ ഇതുവരെ ഒരു കരിയർ ഗൈഡൻസിലും ഒരു മതപഠനത്തിലേക്ക് നിങ്ങൾ പോകണമെന്ന് ഒരാളും പറയുന്നതായി ഞാൻ കേട്ടിട്ടില്ല. അത് എത്ര വലിയ ഇസ്ലാമിക സംഘടനയുടെ കീഴിൽ നടത്തുന്ന കരിയർ ഗൈഡൻസ് ക്ലാസ് ആണെങ്കിലും അവിടെയും പറയുന്നത് എന്താണ്? എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു പ്രൊഫഷൻ കിട്ടുമെന്നുള്ളത്. എന്നാൽ ലോകത്തിലെ എക്കാലത്തെയും മികച്ച മനുഷ്യൻ, എന്താണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും മികച്ചത് എന്നറിയുന്ന, ഈ മനുഷ്യനെ സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ലോകം തന്നെ ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന് അല്ലാഹു പറഞ്ഞ മനുഷ്യൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വാക്ക് പറയുന്നുണ്ട്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ എന്നാണ്. ഏതെങ്കിലും ഒരു കരിയർ ഗൈഡൻസ് അറിയുന്നവരൊന്നല്ല. ഒരു 4 വർഷം ഡിഗ്രി, എന്നെ പോലെ 5-6 വർഷം ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞ് BEd കഴിഞ്ഞ് MEd കഴിഞ്ഞിട്ട് 4 പരിഭാഷ വായിച്ച് അല്ലെങ്കിൽ കുറെ പുസ്തകങ്ങൾ വായിച്ചിട്ട് ഇസ്ലാമിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, 2 വിദ്യാഭ്യാസം വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണം, എല്ലാവരും പോയി കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിപ്പോ എന്ന് പറയുന്ന ആളല്ല പറഞ്ഞത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും മികച്ചവൻ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്ത ആളാണ് എന്നാണ്. ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം, ആരോടാണ് ഈ പറയുന്നത്? ഖുർആൻ പഠിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച തലയെക്കെട്ടും കെട്ടി മുന്നിലിരിക്കുന്ന ആളുകളാണോ ഇത് പറയുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ഞാൻ നേരത്തെ കുറെ വിഭാഗത്തെ കുറിച്ച് പറഞ്ഞു. വിദ്യാഭ്യാസം തെരഞ്ഞെടുക്കുമ്പോൾ വലിയ പൈസ ഉണ്ടാക്കാൻ കഴിയുന്ന കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നവർ, വലിയ സ്ഥാനമാനങ്ങൾ കരുതിയ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നവർ,
അതുപോലെ മറ്റൊരു വിഭാഗമാണ് അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ വേണ്ടി വരുന്നവർ. ഇനി ഇവരെല്ലാം അല്ലാത്ത മറ്റൊരു വിഭാഗത്തെ കുറിച്ച് ഞാൻ പറയും. നിങ്ങൾ നിക്കാഹിൽ തന്നെ കാണാം. നേരത്തെ പറഞ്ഞ് നമ്മൾ ചില സമ്പത്തിന് വേണ്ടി നിക്കാഹ് കഴിക്കും അല്ലെ, പെൺകുട്ടികളെ സെലക്ട് ചെയ്യും. മറ്റു ചിലർ തറവാടിത്തം നോക്കിയിട്ട് പെൺകുട്ടികളെ സെലക്ട് ചെയ്യും. മറ്റു ചിലർ അവരുടെ ദീൻ നോക്കിയിട്ട് സെലക്ട് ചെയ്യും. ചില ആളുകൾക്ക് ഒരു പരിപാടിയുണ്ട്. ചില ആളുകൾക്ക് ഒരു പരിപാടിയുണ്ട്. അവർ പറയും ഞാൻ ദീനാണ് നോക്കുന്നത് എന്ന് പറയും. എന്നിട്ട് എന്ത് ചെയ്യും? ദീനാണ് ഞാൻ നോക്കുന്നത് എന്ന് പറയും. എന്നിട്ട് സമ്പത്ത് നോക്കിയിട്ട് എന്ത് ചെയ്യും? കല്യാണം കഴിക്കും. ചില സ്ത്രീധനം വാങ്ങാത്ത ആൾക്കാർ അങ്ങനെയാണ് ചെയ്യും. സ്ത്രീധനം വാങ്ങില്ല എന്ന് പറയും. എന്നിട്ട് എന്ത് ചെയ്യും? സമൂഹത്തിൽ ഏറ്റവും വലിയ പണക്കാരന്റെ മകളെ പോയി കല്യാണം കഴിക്കും. അല്ലെ, അങ്ങനെയുണ്ട്. പല അനുഭവങ്ങളും എനിക്കുണ്ട്. ഈ സ്ത്രീധനം വാങ്ങില്ല എന്ന് പറയുന്ന കുടുംബത്തിൽപ്പെട്ട ഒരു ചെങ്ങായി ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അവസാനം അവളെ ബുദ്ധിമുട്ടിച്ച് അവളെ ഡൈവേഴ്സ് പോലും നടന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് പെൺകുട്ടികളുടെ അനുഭവങ്ങളൊക്കെ കുറെയൊക്കെ കേൾക്കുന്നതാണ്. ഇവിടെ പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ദീനാണ് നോക്കുന്നത് എന്ന് പറഞ്ഞ് പുറത്ത് ആളുകളോട് പറയും ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് ദീനാണ് നോക്കുന്നത്, എനിക്ക് ദീൻ മാത്രം മതി എന്ന് പറയും. എന്നിട്ട് കല്യാണം കഴിക്കുന്നത് ആരെയായിരിക്കും? ഏതെങ്കിലും ഒരു വലിയ പൈസക്കാരന്റെ മകൾ. അവൾ ചിലപ്പോൾ ദീനിയായിരിക്കും. എങ്ങനെ ദീനിയായിരിക്കും? അവൾ പർദ്ദ ഇട്ടിട്ട് ദീനിയായിരിക്കും. പർദ്ദ ഇടുന്നവരൊക്കെ ദീനിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്റെ കോളേജിലും ഞാൻ പഠിച്ച മിക്കവാറും കോളേജിലും പർദ്ദ ഇട്ട് വരുന്നവരാണ് പർദ്ദ ഇടാതെ വരുന്ന ഹിന്ദു പെൺകുട്ടികളെക്കാൾ മോശമായി പെരുമാറുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയ ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാണ് പർദ്ദ ഇട്ടവരൊക്കെ ദീനുള്ളവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇങ്ങനെ വലിയ ദീനാണ്, ദീൻ നോക്കിയിട്ടാണ് കല്യാണം കഴിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ നിഫാഖുമായി കല്യാണം കഴിക്കുന്നത് പോലെ ചില ആളുകൾ സമന്വയ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടി പഠിക്കാൻ വേണ്ടി തൊപ്പിയുമിട്ട് എവിടത്തേക്ക് ഇറങ്ങും? വിദ്യാഭ്യാസ രംഗത്തേക്ക് ഇറങ്ങും. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ അത്തരം വിഭാഗത്തിൽ പലരും എന്നാണ്. ഒരുപാട് സമന്വയ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നമല്ല മാൽ ബിന്നിയാത്ത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, ഇന്നമല്ല മാൽ ബിന്നിയാത്ത്, എല്ലാം തീരുമാനിക്കപ്പെടുന്നത് ഒരാളുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള നിയ്യത്ത് അനുസരിച്ചാണ് എന്നാണ്. ചിലപ്പോൾ നിങ്ങൾ ചിലർ ചിന്തിക്കുന്നുണ്ടാകും, ഒരു 2 വർഷം +2 കഴിയുന്നത് വരെ എങ്ങനെയെങ്കിലും തലേ കെട്ടും കെട്ടി ഇവിടെ നിന്ന് +2 കഴിഞ്ഞാൽ പുറത്തേക്ക് ചാടി കോളേജ് ക്യാമ്പസിൽ പോയി ജീൻസൊക്കെ ഇട്ട് നടക്കുന്നതാണ് നല്ലത് എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുകയാണ്, ഇന്നമല്ല മാൽ ബിന്നിയാത്ത്, അല്ലാഹു കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങളുടെ നിയത്തിനനുസരിച്ചാണ്. ഇതിന്റെ പിറകിൽ, ഈ ഹദീസിന്റെ പിറകിലോട്ട് നിങ്ങൾ പോകുകയാണെങ്കിൽ, വീണ്ടും പോകുകയാണെങ്കിൽ അതിൽ കാണാം, ഒരാൾ ഹിജ്റ നടത്തുന്നത് അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും ആണെങ്കിൽ അവന്റെ ഹിജ്റ എവിടത്തേക്കാണ്? അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കുമാണ്. എന്നാൽ ഒരാൾ ഹിജ്റ നടത്തുന്നത് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ്. മദീനയിൽ സുന്ദരിയായ ഒരു പെൺകുട്ടിയുണ്ട്. മദീനയിൽ സുന്ദരിയായ ഒരു പെൺകുട്ടിയുണ്ട്. അതുകൊണ്ട് ഹിജ്റ എന്ന പേരും പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാമല്ലോ, പേരെന്താണ്? ഹിജ്റയാണ് എന്ന് പറഞ്ഞ് പോകാം. അങ്ങനെയുള്ള ആളുടെ ഉള്ളിലുള്ള നിയ്യത്ത് ആർക്കറിയാം? അല്ലാഹുവിനറിയാം എന്നാണ്. ഈ ഹദീസ് നോക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ കുറെ ആൾക്കാർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോയിട്ടുണ്ട്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോയിട്ടുണ്ട്. ഇവരൊക്കെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കല്യാണം കഴിച്ചിട്ടുണ്ടല്ലേ? ഇവരൊക്കെ അവിടെ പോയിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? ഹിജ്റയായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുക എന്നുള്ളത്. ഭൗതികമായ ജീവിതത്തെ നമസ്കരിച്ചുകൊണ്ട് ഒരിക്കലും ആത്മീയതയെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ പോയി കല്യാണം കഴിക്കരുത് എന്നല്ല പറയുന്നത്, മറിച്ച് നിങ്ങളുടെ ഉദ്ദേശം എന്തായിരിക്കണം? അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഹിജ്റ പോകലായിരിക്കണം. അങ്ങനെ ഹിജ്റ പോയി കഴിഞ്ഞാൽ, അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമുള്ള കല്യാണം കഴിക്കൽ, കച്ചവടം ചെയ്യൽ, ജോലി ചെയ്യൽ എന്നതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇടപെടാം എന്നാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഭൗതിക വിദ്യാഭ്യാസം നേടരുത് എന്നല്ല പറയുന്നത്. ഭൗതിക വിദ്യാഭ്യാസം നേടുന്നത് ചിലപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനും കഴിയില്ല. ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു കാട്ടിലൊരു സിംഹം ഉണ്ടായിരുന്നു. കാട്ടിലെ രാജാവാണ് ആ സിംഹം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? സിംഹത്തിന് വയസ്സായപ്പോൾ സിംഹത്തിന് ഇരയെ പിടിക്കാൻ കഴിയുന്നില്ല. ഒരു ദിവസം സിംഹം ഒരു വലിയ മീറ്റിംഗ് വിളിച്ചിട്ട് മൃഗങ്ങളോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ജനങ്ങളാണ് എന്ത് മൃഗങ്ങൾ, ആ മൃഗങ്ങളോട് പറഞ്ഞു, നിങ്ങളൊക്കെ ഓരോ തമാശ പറയണം. തമാശ പറഞ്ഞാൽ മാത്രം പോരാ, ഈ തമാശ കേൾക്കുന്ന എല്ലാ മൃഗങ്ങളും ചിരിക്കണം. ഏതെങ്കിലും ഒരു മൃഗം തമാശ കേട്ട് ചിരിച്ചിട്ടില്ലെങ്കിൽ തമാശ പറഞ്ഞ മൃഗത്തിന്റെ തല ഉടലിന് മുകളിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു.
ആദ്യം തന്നെ കുരങ്ങൻ മുന്നോട്ട് വന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കുരങ്ങൻ മുന്നോട്ട് വന്ന് ഒരു തമാശ പറഞ്ഞു. എല്ലാവരും ചിരിച്ചു. ഒരാൾ മാത്രം ചിരിച്ചില്ല. ആമ മാത്രം ചിരിച്ചില്ല. കുരങ്ങന്റെ തല പോയി. കുരങ്ങന്റെ തല പോയി. അടുത്തത് വരുന്നത് പുലിയാണ്. പുലി മുന്നോട്ട് വന്നു. പുലി ആമയോട് പറഞ്ഞ്, ദയവ് ചെയ്ത് നീ ചിരിക്കണം ചങ്ങായി, വേണമെങ്കിൽ എന്ത് ചെയ്യാം, തമാശയൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു ബിരിയാണി വാങ്ങിച്ചാലോ, എന്നാലെങ്കിൽ നീ ചിരിക്കണം എന്ന് പറഞ്ഞു. പുലി ഒരു തമാശ പറഞ്ഞു. എല്ലാവരും ചിരിച്ചു. ആര് മാത്രം ചിരിച്ചില്ല? ആമ മാത്രം ചിരിച്ചില്ല. പുലിയുടെയും തല പോയി. അടുത്ത തമാശ പറയാൻ വരുന്നത് മുയലാണ്. മുയൽ ആമയോട് പറഞ്ഞു, ഞാൻ നീയും തമ്മിൽ വളരെ വലിയ ശത്രുതയൊക്കെ ഉണ്ട്, എന്നാൽ ഇപ്പോൾ നീ തൽക്കാലത്തേക്ക് അതൊക്കെ മറന്നൊന്ന് ചിരിക്കണം എന്ന് പറഞ്ഞ് മുയൽ മെയ്ക്കൊക്കെ ശരിയാക്കി തമാശ പറയാൻ പോകുമ്പോൾ ആമ ഒച്ചത്തിൽ ആഹഹാന്നൊക്കെ ചിരിക്കണം. ആളുകൾക്ക് അന്തം വിട്ടുപോയി. രണ്ടുപേരുടെ വലിയ തമാശ പറഞ്ഞ് ചിരിക്കാത്ത ചെങ്ങായാണ് ഒരാൾ തമാശ പറയാൻ പോകുന്നതിന് മുമ്പ് തന്നെ ചിരിക്കുന്നത്. എല്ലാവരും അവരോട് ചോദിച്ചു, എന്തിനാണ് നീ ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ പുലി പറഞ്ഞ തമാശ വല്ലാത്തൊരു തമാശ തന്നെയായിരുന്നു എന്ന് ആര് പറഞ്ഞു? എന്തുകൊണ്ടാണ്? ആമ വളരെ സ്ട്രോങ്. പുലി നേരത്തെ പറഞ്ഞ തമാശയുടെ സ്റ്റേഷൻ ആൾക്ക് എപ്പോഴാണ് കിട്ടുന്നത്? ഇപ്പൊ കിട്ടുന്നത്. പുലിയെ കൊന്നു, കൊരങ്ങനെയും കൊന്നു, അടുത്ത ആളെ കൊല്ലപ്പെടാൻ വേണ്ടി പോകുമ്പോൾ ആര് ചിരിക്കുന്നത്? ആമ ചിരിക്കുന്നത്. ഈ സംഭവം പറയുന്നത് നമ്മൾ ആമയെ പോലെ ആകരുത്. കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് എന്താണ് നമ്മൾ ചലിക്കേണ്ടതായിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഭൗതിക വിദ്യാഭ്യാസം ഒഴിവാക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിഫാഖ് ഉണ്ടാകരുത്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്തുണ്ടാകരുത്? കാപട്യം ഉണ്ടാകരുത്. നമ്മൾ ഒരു വിദ്യാഭ്യാസത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ മതം പഠിക്കാനാണ് നമ്മൾ ഇറങ്ങുന്നത്. പിന്നെ ഈ കാലഘട്ടത്തിൽ ദാവത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? കുറച്ചൊക്കെ ജനറൽ നോളജ് അറിയണം, കുറച്ചൊക്കെ ഭാഷയൊക്കെ നമ്മൾ പഠിക്കേണ്ടി വരും, മറ്റുള്ളവരുമായി ഇടപഴകേണ്ടി വരും എന്ന ചിന്തയിൽ നിന്നും നമ്മുടെ മതപഠനത്തിന്റെ കൂടെ കുട്ടിനൊരു തേങ്ങ ചേർക്കുന്നത് പോലെ നമ്മൾ ഭൗതിക വിദ്യാഭ്യാസം കൊണ്ടുപോവുക എന്നല്ലാതെ ഭൗതിക വിദ്യാഭ്യാസം 99% ഭൗതിക വിദ്യാഭ്യാസം 1% എന്താകരുത്? മതവിദ്യാഭ്യാസം ആകരുത്. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ഞാൻ പല ഭൗതിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും കണ്ടിട്ടുണ്ട്, സമന്വയ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും കണ്ടിട്ടുണ്ട്. എല്ലാവരും പറയുന്നത് സമന്വയമാണ് എന്നാണ്. എന്നാൽ ഇവരെല്ലാവരും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? ഭൗതിക വിദ്യാഭ്യാസത്തിനാണ്. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ അല്ലാഹുവിനോട് കാപട്യം കാണിക്കുകയാണെങ്കിൽ ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ എന്നാണ് അല്ലാഹു പറഞ്ഞത്. അല്ലേ? ആരല്ല? മുശ്രിക്കീങ്ങളല്ല ഏറ്റവും അടിത്തട്ടിൽ, കാഫിരീങ്ങളല്ല ഏറ്റവും അടിത്തട്ടിൽ. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ, നരകത്തിൽ ഏറ്റവും അടിത്തട്ടിൽ മുനാഫിഖീങ്ങളാണ് എന്നാണ് ഞാൻ എന്റെ ജീവിതത്തിൽ തന്നെ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ ഒരുപാട് വർഷമായി പഠിപ്പിക്കുന്നു. എന്റെ കോളേജിൽ പലപ്പോഴും ഡിഗ്രി കഴിഞ്ഞ് പല തൊപ്പിയിട്ട് ആൾക്കാരും പഠിക്കാൻ വരാറുണ്ട്. എല്ലാ വർഷവും ഞാൻ കഴിഞ്ഞൊരു ദിവസം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹിന്ദു കുട്ടികളൊക്കെയുള്ള ആ ക്ലാസ്സിൽ ഭൂരിഭാഗം ആളുകളും ഹിന്ദു പെൺകുട്ടികളുള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തൊപ്പിയിട്ട് ആൾക്കാർ ഇവിടെ പഠിക്കാൻ വന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് അവരെക്കാൾ കൂടുതൽ ഇഷ്ടം മറ്റുള്ളവരാണ്. ഞാൻ അവരോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിലും ചില മുസ്ലിം കുട്ടികളുടെ അതവ് കണ്ടാൽ, അവരുടെ മര്യാദ കണ്ടാൽ, അവരുടെ ബഹുമാനം കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കോളേജിൽ തൊപ്പിയിട്ട് പലരും വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അതൊക്കെ സമന്വയ വിദ്യാഭ്യാസത്തിന്റെ ആൾക്കാരാണ്. സമന്വയ വിദ്യാഭ്യാസത്തിന്റെ ആൾക്കാരാണ്. എന്നാൽ സമന്വയ വിദ്യാഭ്യാസത്തിന്റെ പേര് പറഞ്ഞ് കോളേജിലേക്ക് എത്തുമ്പോൾ തലയെക്കെട്ട് മാറ്റി വെക്കുന്നവർ, കോളേജിലേക്ക് എത്തുമ്പോൾ തൊപ്പി മാറ്റി വെക്കുന്നവർ, കോളേജിലേക്ക് എത്തുമ്പോൾ തൊപ്പിയിടുന്നത് മുടി മുന്നിലോട്ട് മാറിയിട്ട് ഒരു ഫാഷൻ എന്ന രീതിയിൽ തൊപ്പി വെക്കുന്നവർ, കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ മദ്രസയിൽ പഠിപ്പിക്കുമ്പോൾ പെൺകുട്ടികളോട് ഇടപഴകരുത് എന്ന് പറയുന്നവർ കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ ബസ്സിൽ ടൂറിൽ പെൺകുട്ടികളുടെ കൂടെ പോവാം. ഞാൻ പലപ്പോഴും കണ്ടിട്ട് തൊപ്പിയിടുന്ന ആൾക്കാർ ചിലപ്പോൾ അവർ സ്റ്റേജിൽ കയറി പെണ്ണിന്റെ കൈ പിടിച്ച് നാടകം അഭിനയിക്കുന്നത് വരെ നേരിട്ട് കണ്ട ആളാണ് ഞാൻ. എന്തുകൊണ്ടാണ്? സാധാരണ ഒരു ഹിന്ദു പെൺകുട്ടിയും ഹിന്ദു ആൺകുട്ടിയും ചെയ്യുന്നതിനേക്കാൾ വലിയ തെറ്റ് പലപ്പോഴും തൊപ്പിയിട്ട് കോളേജിൽ വരുന്ന ആളുകൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അവന്റെ ഉള്ളിൽ എന്താണ്? നിഫാഖ്, അല്ലാഹുവിനെ പറ്റിക്കുകയാണ്. يا أيها الإنسان ما غرك بربك الكريم الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك كلا بل تكذبون بالدين وإن عليكم لحافظين. അങ്ങനെയാണ് ഖുർആൻ പറയുന്നത്. يا أيها الإنسان ما غرك بربك الكريم. നിന്റെ രക്ഷിതാവിനെ വഞ്ചിക്കാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ് എന്നാണ് ചോദിച്ചത്. നിന്റെ രക്ഷിതാവിൽ അവിശ്വസിക്കാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ് എന്നല്ല ചോദിക്കുന്നത്. നിന്റെ രക്ഷിതാവിനെ പങ്കുചേർക്കാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണെന്നല്ല ചോദിക്കുന്നത്. പിന്നെന്താ ചോദിക്കുന്നത്? യാ അയ്യുഹൽ ഇൻസാനു മാ ഗറക ബിറബ്ബിക്കൽ കരീം.
നിന്റെ രക്ഷിതാവിനെ വഞ്ചിക്കാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ്? നിന്നെ സൃഷ്ടിക്കുകയും നിനക്ക് മനോഹരമായ ശരീരം നൽകുകയും ബുദ്ധി നൽകുകയും ചെയ്ത നിന്റെ രക്ഷിതാവിനെ വഞ്ചിക്കാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താണെന്ന് പറയുന്നത്, നീ ദീൻ പഠിക്കാൻ വേണ്ടി പോകുന്നവനാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ ദീനിയായി അഭിനയിച്ച് നീ ഭൗതിക വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് നീ വിചാരിക്കുകയാണ് നീ നിന്റെ രക്ഷിതാവിനെ സ്നേഹിക്കുകയാണ് എന്ന്. നീ നിന്റെ രക്ഷിതാവിനെ വഞ്ചിക്കുകയല്ല, നിങ്ങൾ ദീനിനെ കളവാക്കുകയാണ്. നിങ്ങൾ വിചാരിക്കേണ്ട, പിടിക്കില്ല എന്ന് വിചാരിക്കേണ്ട. നിങ്ങളുടെ മനസ്സിലുള്ളതൊക്കെ എഴുതി വെക്കാൻ 2 പേർ നിങ്ങളുടെ കൂടെ തന്നെ എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്താണ് ഭൗതിക വിദ്യാഭ്യാസവും ആത്മീയ വിദ്യാഭ്യാസവും തമ്മിലുള്ള വ്യത്യാസം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച ഹദീസ് തന്നെയാണ് മൻ തഅല്ലമൽ ഖുർആൻ എന്നാണ്. എനിക്കറിയില്ല, ഇവിടെ ഒരുപാട് പണ്ഡിതന്മാർ ഇരിക്കുന്നത്. ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഒരുപാട് കാലം മുമ്പ് എന്റെ നാട്ടിലുള്ള ഒരു ഉസ്താദ് എനിക്ക് പറഞ്ഞത് തഫത്തല എന്ന് പറയുന്ന ആ ഒരു പേരിന്റെ അർത്ഥം വരുന്നത് പടിപടിയായി ചെയ്യുക എന്നാണ്. അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കണം. എന്റെ നാട്ടിലുള്ള ഒരു വലിയ ഉസ്താദ് എനിക്ക് പറഞ്ഞതാണ്. ഫഅല എന്ന് പറഞ്ഞാൽ മതി, ഫഅല എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചു എന്നാണ് അല്ലെ. തഫത്തല എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പടിപടിയായി ചെയ്യുക എന്നാണ്. എന്തുകൊണ്ട് അലിമൽ ഖുർആൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല? അലിമൽ ഖുർആൻ, ഖുർആൻ അറിഞ്ഞവൻ എന്ന് പറയാതെ തഅല്ലമൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് പടിപടിയായി പഠിക്കുന്നവൻ എന്നാണ്. ഒരു ദിവസം കൊണ്ട് പഠിക്കുന്നവൻ എന്നല്ല, അത് പടിപടിയായി ഘട്ടം ഘട്ടമായി. അങ്ങനെ ഘട്ടം ഘട്ടമായി പഠിക്കണമെങ്കിൽ നീ ഒറ്റക്ക് നിന്റെ കിതാബ് ഖുർആൻ എടുത്ത് വായിച്ചാൽ നിനക്ക് പഠിക്കാൻ കഴിയില്ല. അത് പഠിക്കേണ്ട ആളുടെ അടുത്ത് നിന്നും ഘട്ടം ഘട്ടമായി പഠിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ് മൻ തഅല്ലമൽ ഖുർആൻ. നമ്മൾ 2 വർഷം കൊണ്ട് കുറെ പൈസക്കാരാകണം എന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ദീനി വിദ്യാഭ്യാസത്തിൽ നിൽക്കാൻ കഴിയില്ല. നിങ്ങൾ എന്ത് കാണിക്കണം? ക്ഷമ കാണിക്കണം, സഹിഷ്ണുത കാണിക്കണം. ഖുർആനിൽ നിങ്ങൾ എല്ലാവരും ഓതുന്ന ഒരായത്താണ് സൂറത്തുൽ കഹ്ഫിൽ. നിങ്ങൾക്ക് കാണാം, ആധുനിക കാലത്ത് അവസാന കാലഘട്ടത്തിൽ വരുന്ന ആളുകൾക്ക് പാഠമായിട്ടാണ് ഈ ആയത്ത് വന്നത് എന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. മഹാനായ ഖിദർ നബി അലൈഹിസ്സലാത്തു വസ്സലാം പോകുന്ന സംഭവം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഖാല മൂസാ ലിഫതാഹു ലാ അബ്റഹു ഹത്താ അബ്ലുഗ മജ്മഅൽ ബഹ്റൈനി ഔ അംദിയ ഹുഖബ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കൂടെയുള്ള ചെറുപ്പക്കാരനോട് പറഞ്ഞ ആ സംഭവത്തെ കുറിച്ച് നബിയെ തങ്ങൾ അവരോടൊന്ന് പറയണം. ഞാൻ 2 കടലുകൾ കൂടി ചേരുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അല്ലാഹുവിന്റെ ഇൽമു, അല്ലാഹുവിൽ നിന്നും നേരിട്ട് കേൾക്കുന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ട് എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ കാണാനാണ് ഞാൻ പോകുന്നത്. എന്നിട്ട് എന്താണ് പറയുന്നത്? എന്നാണ്. അഥവാ മഹാനവകളെ കാണാൻ എനിക്ക് കഴിയുന്നില്ലേ, ഞാൻ യുഗങ്ങൾ സഞ്ചരിക്കുമെന്നും മടങ്ങി വരില്ല എന്നാണ്. എന്താണ് ലാ അബ്റഹ് എന്ന് പറഞ്ഞാൽ? എനിക്കൊരു വിശ്രമമില്ല എന്നാണ്. ഞാൻ ഒരു സ്ഥലത്ത് നിൽക്കുക പോലും ചെയ്യില്ല എന്നാണ്. ഞാൻ ഒരു 5 മിനിറ്റ് പോലും വിശ്രമിക്കില്ല എന്നാണ്. 2 കടലുകൾ കൂടി ചേരുന്ന സ്ഥലത്ത് വിജ്ഞാനത്തിന്റെ സാഗരമായ അല്ലാഹുവിൽ നിന്നും നേരിട്ട് വിജ്ഞാനം കിട്ടുന്ന ഒരു മനുഷ്യൻ താമസിക്കുന്നുണ്ട്, അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നില്ലെങ്കിൽ ഞാൻ തിരിച്ചു വരില്ല. ഹുഖുബ് എന്ന് പറഞ്ഞ നൂറ്റാണ്ട് എന്നാണ്, യുഗങ്ങൾ എന്നാണ്. നൂറ്റാണ്ടുകൾ സഞ്ചരിച്ചിട്ടും അദ്ദേഹത്തെ കണ്ടുമുട്ടാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ ഞാൻ തിരിച്ചു വരില്ല എന്നാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതാണ് യാത്ര. കോളേജ് ക്യാമ്പസിൽ നിന്നും വീഗാലാൻഡിലേക്കും കുറെ വാട്ടർ തീം പാർക്കിലേക്കും പോകുന്ന യാത്രയല്ല യാത്ര വിജ്ഞാനം തേടിയിട്ടുള്ള യാത്രയാണ്. ആ വിജ്ഞാനം തേടി പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണത്തിനും നമുക്ക് ആവശ്യമുള്ള പണത്തിനും നമുക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ദുനിയാവിനെ ഉപയോഗിക്കുന്നത്. വർഷങ്ങൾ നമ്മൾ ഉസ്താദിന്റെ കൂടെ നിൽക്കണം. മഹാനായ ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് പറയുന്നത്
ഏകദേശം 20 വർഷങ്ങളോളം അദ്ദേഹം മഹാനവറുകളുടെ ശൈഖും ഉസ്താദുമായ ഉസ്മാനുൽ ഖാറൂനി റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ സഞ്ചരിച്ചു എന്നാണ്. എല്ലാ ശിഷ്യന്മാരും ഒഴിവായി പോയി. ഉസ്താദ് ഒന്നും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. ഉസ്താദ് ഇങ്ങനെ സഞ്ചരിക്കാണ്, കൂടെ എല്ലാവരും കൂടി ഇങ്ങനെ സഞ്ചരിക്കാണ്. ശിഷ്യന്മാരൊക്കെ വിചാരിച്ചത് അറിവൊന്നും ഇല്ലാത്ത പണ്ഡിതനാണ്, ഇവിടുന്ന് പോകാം എന്ന് കരുതി എല്ലാവരും ഒഴിവായി പോയപ്പോൾ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു തആല അൻഹുവിനോട് അദ്ദേഹത്തിന്റെ ഉസ്താദ് മഹാനവറുകളുടെ ഉസ്താദ് ചോദിച്ചു എന്നാണ്, നീ എന്തിനാണ് എന്റെ കൂടെ നിൽക്കുന്നത്? എന്റെ അടുത്തൊന്നും ഇന്നുമില്ലല്ലോ, ഞാനൊന്നും പഠിപ്പിച്ചിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ കാൽപാദം മതി എന്ന് പറഞ്ഞു. ലക്ഷക്കണക്കിന് ആൾക്കാരാണ്. നമ്മൾ പറയുന്ന വലിയ വലിയ ഡോക്ടർമാർ, നമ്മൾ പറയുന്ന വലിയ വലിയ സിനിമാ നടന്മാർ പോലും അവിടെ പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നു, നിങ്ങൾ ഒരിക്കലും നിഫാഖിന്റെ ഉടമകളാകരുത്. ഇതൊരു വലിയ വിജ്ഞാനമാണ്. എനിക്ക് ഒരുപാട് ഡിഗ്രികളുണ്ട്. ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, എന്റെ ഈ 10-15 വർഷത്തെ കോളേജ് വിദ്യാഭ്യാസമൊക്കെ വേണമെങ്കിൽ ഞാൻ ഒരാൾക്ക് കൊടുക്കാം. ഒരു വർഷമെങ്കിലും മഹാനായ ശൈഖിനെ പോലുള്ള ഒരു ഉസ്താദിന്റെ ഒരു ശൈഖിന്റെ കൂടെ നിന്ന് പഠിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താണ്. വിജ്ഞാനം നേടുന്നതും ആരുടെ അടുത്ത് നിന്നായിരിക്കണം എന്ന് ഈ സംഭവം പറയുന്നത് അല്ലേ? ഖിദർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്തേക്കാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പോകുന്നത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഷറഈന്റെ പ്രവാചകനാണ്, ഷറഈന്റെ പണ്ഡിതനാണ്. മൂസാ നബിയോട് ഖിദർ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നതായി ഹദീസിൽ കാണാം, മൂസ, നിന്റെ ഷറഈനനുസരിച്ച് എന്റെ വിജ്ഞാനം തെറ്റാണ്, എന്നാൽ റസൂലുള്ളാഹി അല്ലാഹു എനിക്ക് നേരിട്ട് തന്ന വിജ്ഞാനമാണിത് എന്ന് പറയുന്നത് പോലെ നമുക്ക് വിജ്ഞാനം കിട്ടുന്നതും ആരുടെ അടുത്ത് നിന്നായിരിക്കണം? ഒരു ഉഖ്റവിയായ പണ്ഡിതന്റെ അടുത്ത് നിന്നായിരിക്കണം. നിങ്ങൾ ഒരിക്കലും വിജ്ഞാനത്തിന് വേണ്ടി ഏതെങ്കിലും ജമാഅത്തെ ഇസ്ലാമിക്കാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും മുജാഹിദുകാരനോ എഴുതിയ ഒരു കിതാബ്, ഒരു പുസ്തകം നിങ്ങൾ വായിക്കരുത്. അവിടെ നല്ല വിജ്ഞാനം കിട്ടണം. പെട്ടെന്ന് ഒരു വലിയ പ്രസംഗകനാണ് എന്ന് അറിയപ്പെടാൻ വേണ്ടി നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കാരനോ മുജാഹിദുകാരനോ എഴുതിയ ഒരു പുസ്തകമല്ല വായിക്കണത്. അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാഹുവിൽ നിന്നും ഇൽമു കിട്ടുന്ന ആളുകളുടെ അടുത്തേക്ക് സഞ്ചരിക്കണം എന്നുകൂടി പഠിപ്പിക്കാനാണ് ഈ ആയത്ത് ഖുർആനിൽ പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വാമി വിവേകാനന്ദന്റെ ഒറ്റ വാക്കുകൂടി പറഞ്ഞ് ഞാൻ നിർത്താണ്. വലിയ വിദ്യാഭ്യാസ ചിന്തകനാണ് അദ്ദേഹം. ഇന്ത്യക്കാരുടെ രീതി എന്ന് പറയുന്നത് ആധുനിക വിദ്യാഭ്യാസമല്ല, ആത്മീയ വിദ്യാഭ്യാസമാണ്. അദ്ദേഹം അമേരിക്കയിൽ പോയപ്പോൾ ഒരു സ്ത്രീയോട് ഇങ്ങനെ പറഞ്ഞു എന്നാണ്, മാഡം, ഇൻ യുവർ കൺട്രി ഇറ്റ് ഈസ് ദ ടൈലർ ഡിസൈഡ്സ് ദ പേഴ്സണാലിറ്റി ഓഫ് എ മാൻ, ബട്ട് ഇൻ മൈ കൺട്രി ഇറ്റ് ഈസ് ദ ക്യാരക്ടർ. മാഡം, ഇൻ യുവർ കൺട്രി ഇറ്റ് ഈസ് ദ പേഴ്സണാലിറ്റി ഡിസൈഡ്സ് ഇറ്റ് ഈസ് ദ ടൈലർ ഡിസൈഡ്സ് ദ പേഴ്സണാലിറ്റി ഓഫ് എ മാൻ. മാഡം, നിങ്ങളുടെ രാജ്യത്ത് ഒരാളുടെ പേഴ്സണാലിറ്റി തീരുമാനിക്കുന്ന ആരാണ്? ടൈലറാണ് എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ അവൻ വലിയ കോട്ടും സൂട്ടൊക്കെ ഇട്ട് ഭയങ്കര കാണാൻ ലുക്കുള്ള ആളാണെങ്കിലാണ് അവൻ നിങ്ങൾ ജെന്റിൽമാൻ എന്ന് വിളിക്കുന്നത്. എന്റെ രാജ്യത്ത് അവന്റെ സ്വഭാവം നോക്കിയിട്ടാണ് എന്നാണ്. അതാണ് ഭാരതീയ ദർശനം, അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. പുറമല്ല നന്നാകേണ്ടത്, ഉള്ളാണ് നന്നാകേണ്ടത്. അങ്ങനെ ഉള്ള നന്നാകുന്ന വിജ്ഞാനം നേടാൻ കഴിയുന്ന ആളുകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് നമ്മെ കുറച്ചടുത്ത് അധികമെടുത്ത് ആ ഒരു അതവുകേടായിട്ടുണ്ടെങ്കിൽ ഉസ്താദ്മാരൊക്കെ അത് പൊരുത്തപ്പെടണം എന്ന് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. വാഹ് ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.